പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചിലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി കളിച്ചാണ്. ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററീനെ പറഞ്ഞയച്ചത്, ആ വ്യവസ്ഥേനോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ. എന്താ വെച്ചാൽ ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ വന്നിട്ട് ഇന്നും ഇതിന് കാത്തുക്കുക. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിൻ്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യിൽ തെളിവില്ല. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരവും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ. അപ്പോൾ ഒരു മനുഷ്യന് ഇത്രയേ ഉള്ളൂ വില. ഈ ഒരു മനുഷ്യനെ തിരഞ്ഞിട്ട് അവിടുന്ന് കുറേ വേറെ ബോഡികളൊക്കെ കിട്ടി. അതൊക്കെ പുറം ലോകം അറിയുന്നുണ്ടോ? എനിക്ക് പറയുമ്പോൾ എന്താ അറിയോ, അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നുക. ഇന്ത്യയിലാണ് ഇങ്ങനെയൊരു സംസ്ഥാനം തോന്നുക. എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേത തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസവും വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്തു. കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ സഹായം പോയി കിട്ടിയില്ല. കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിനെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സും ഉണ്ടാവുകയിനി, അതെടുക്കുകയും ചെയ്യേനി. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷ എന്താ പറയുക, ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരവസ്ഥ, ആ പ്രതീക്ഷയും എനിക്ക് മാറി. അർജുന്റെ മടങ്ങി വരവിനായി പ്രാർത്ഥനകളോടെ കാത്തിരുന്നവർക്ക് പോലും പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. സൈന്യവും നാവികസേനയും ദുരന്ത നിവാരണ സേനയും ഒക്കെ ഒരുമിച്ച് തിരഞ്ഞിട്ടും 7ാം ദിനവും അർജുനെക്കുറിച്ച് വിവരം ഒന്നുമില്ല. കുടുംബത്തിനും നാട്ടുകാർക്കും ഒപ്പം ശുഭവാർത്തയ്ക്കായുള്ള ലോകമെങ്ങുമുള്ള മലയാളികളുടെ കാത്തിരിപ്പിന് ഇന്നും ഉത്തരമില്ല. ലോറിയും അർജുനും കരയിലില്ല എന്ന് സേന പറയുമ്പോഴും ഗംഗാവലി പുഴയിൽ മുങ്ങൽ വിദഗ്ധർ തിരയുമ്പോഴും 40 ടൺ ഭാരവുമായി അർജുൻ ഓടിച്ചിരുന്ന ലോറി കരയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഉടമ മനാഫ്. അങ്ങനെയെങ്കിൽ ഇനി എത്ര നീളും ഈ കാത്തിരിപ്പ്? വെള്ളത്തിൽ പോയിട്ടുണ്ട് ഒരിക്കലും ഫോൺ റിങ് ചെയ്യും. അപ്പം നമുക്ക് ഈ സൈഡാണ് ഇനി ഡൗട്ട് ഉള്ളത്. ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ റിവർ ചെയ്യേണ്ട കാര്യമുള്ളൂ. Tomorrow we are bringing special one person from Kerala who is retired hydrographic surveyor. Hydrographic means river only. എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേത തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും പ്രതീക്ഷ വെച്ച് പുലർത്തുക എന്നതാണ് മനുഷ്യർക്ക് മുന്നിലുള്ള ഏക പോംവഴി. ആ പ്രതീക്ഷയുടെ തിരിനാളം അണയാതെ സൂക്ഷിക്കുകയായിരുന്നു ഈ 7 നാളും അർജുന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്ന നമ്മളെല്ലാവരും. പക്ഷേ ഈ 7ാം നാളിലും സൈന്യത്തിന്റെ തെരച്ചിലിലും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതീക്ഷകൾ അസ്തമിക്കാനുള്ള സമയമായിട്ടുണ്ടോ? അതോ കൂടുതൽ ശക്തമായ തിരച്ചിലിൽ ഇനിയും അവശേഷിക്കുന്നുണ്ടോ സാധ്യതകൾ? ഏതായാലും ഇപ്പോഴും അർജുന്റെ കുടുംബം കാത്തിരിപ്പ് തുടരുന്നു. അർജുന്റെ അത്ഭുതകരമായ മടങ്ങിവരവ് എന്നത് നമ്മുടെ മുന്നിൽ ഒരു പ്രതീക്ഷയായി നമ്മൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നാളെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൂചന, ഒരു വിവരം അർജുനെയും അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയെയും കുറിച്ച് കിട്ടും എന്ന് കരുതുന്നവരാണ് നമ്മൾ. അർജുൻ മാത്രമല്ല, അർജുനെ പോലെ കാണാതായ മക്കളെ കാത്തു നിൽക്കുന്ന രക്ഷിതാക്കൾ വേറെയുമുണ്ട് 3 പേർ. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഇതിനോടൊപ്പം തന്നെ നടക്കുകയാണ്. ആരെക്കുറിച്ചും ഒന്നും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് അങ്ങേയറ്റം നിരാശരാക്കുന്നു നമ്മളെ, അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്നു നമ്മളിൽ. അപ്പോൾ പിന്നെ അർജുൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറയാനില്ല. അർജുൻ്റെ സഹോദരി ഈ ഘട്ടത്തിൽ അഭിരാമി നമ്മളോടൊപ്പം ചേരും. എനിക്കറിയാം അഭിരാമിയോട് കാര്യങ്ങൾ ചോദിക്കുന്നതിൽ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അത്ര വലിയ വേദനയിൽ ആ കുടുംബം നിൽക്കുന്ന സമയമാണ്. പക്ഷേ ഈ രാജ്യം മുഴുവൻ ഈ അർജുൻ്റെ മടങ്ങിവരവ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് എന്താണ് കുടുംബത്തിന് പറയാനുള്ളത് എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അവർക്ക് ഇനി എന്തെങ്കിലും
നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടോ എന്ന കാര്യവും നമ്മൾ അറിയേണ്ടതാണ്. കാരണം മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത ലോകം അറിയുന്നതും മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്തയെക്കുറിച്ച് പിന്നീട് അതിൻ്റെ തുടർ ചലനങ്ങൾ എന്ന പോലെ പിന്നീട് പരിശോധനകളും അന്വേഷണങ്ങളൊക്കെ ഇത്ര ഊർജിതമായി നടന്നതും. അതുകൊണ്ട് തന്നെ അഭിരാമി ഇന്ന് നമുക്ക് അഭിരാമിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറം വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ എനിക്ക് അഭിരാമിയോട് ചോദിക്കാനുമില്ല. ദുരന്ത നിവാരണ വിദഗ്ധൻ ശ്രീ സുഭാഷ് ചന്ദ്ര ബോസും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ അദ്ദേഹം ഇന്നുമുണ്ട് തിരുവനന്തപുരത്ത്. ടി കെ ഉണ്ണി നാവികസേനയിലെ മുൻ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം നമ്മളോടൊപ്പം ചേരും. സുഭാഷ് ബാബു ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ച ആളാണ്. സുഭാഷ് ബാബു ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഡൽഹിയിൽ നിന്നാണ്. രക്ഷാപ്രവർത്തകൻ ഒരുപക്ഷെ നമുക്ക് മലയാളികൾ എന്ന നിലയിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടാനുള്ളത് രഞ്ജിത്ത് ഇസ്രായേലിൽ നിന്നാണ്. അതുകൊണ്ട് രഞ്ജിത്ത് ഇസ്രായേലും ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. മനാഫ് ലോറി ഉടമ ഒരുപക്ഷെ അർജുനു വേണ്ടി ഇത്രയധികം സമയവും ഇത്രയധികം ഊർജവും ചിലവാക്കിയ മറ്റൊരാളില്ല. അതുകൊണ്ട് മനാഫിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഈ അതിഥികളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ പ്രതിനിധി ഹാഷ്മി താജ് ഇബ്രാഹിം ഇന്ന് ഈ രക്ഷാദൗത്യത്തിൻ്റെ സമ്പൂർണ്ണമായ വിവരങ്ങൾ ഷിരൂരിൽ നിന്ന് നൽകുകയായിരുന്നു. ഹാഷ്മിക്കൊപ്പം തന്നെ 24-ന്റെ ഒരു വലിയ സംഘം ഈ മണിക്കൂറുകളിൽ എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. അരുൺ പൂപ്പറമ്പ, അരുൺ പാറക്കൽ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്യാമറാമാൻമാർ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഈ സമയത്ത് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഹാഷ്മി, ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അർജുനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അർജുനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുമ്പോൾ നിരാശയുണ്ട്, പ്രതിഷേധമുണ്ട്, വേദനയുണ്ട്, എല്ലാ മനുഷ്യർക്കും എന്ന പോലെ തന്നെ. ഹാഷ്മി, ഇന്നത്തെ തിരച്ചിലും വിഫലമായി പോവുകയാണല്ലോ. അതിനിടയ്ക്ക് ഒരു വാർത്ത കേട്ടു, സൈന്യം തിരച്ചിൽ നിർത്തി മടങ്ങുകയാണെന്ന്. ഇവിടെ അമ്മ ഷീല പറഞ്ഞത് ഹാഷ്മി കേട്ടല്ലോ. അതായത് ഒരു സംവിധാനവും വേണ്ട രീതിയിൽ തൻ്റെ മകനെക്കുറിച്ച് അന്വേഷണം നടത്താൻ തയ്യാറായില്ല ആദ്യഘട്ടത്തിൽ എന്നതാണ്. മാത്രമല്ല സൈന്യത്തെയൊക്കെ കോമാളിയാക്കി മാറ്റി ചില കേന്ദ്രങ്ങൾ എന്നാണ്. എന്താണ് ഹാഷ്മി ഇന്നത്തെ തിരച്ചിലിലെ ഫലം? സൈന്യത്തിന്റെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഏഴാം നാളും കൊടിയ നിരാശ എന്നത് തന്നെയാണ് ഒറ്റ വാക്കിൽ പറയേണ്ടത് ഗോപികൃഷ്ണൻ. അങ്ങനെ നിരാശാജനകമായ ഒരു ദിവസത്തിന്റെ ഒരു ദിനാന്ത്യത്തിൽ നിൽക്കുന്നു നമ്മൾ ഇപ്പോഴും. ഏഴാം നാളും നമ്മുടെ ഒരു പ്രിയപ്പെട്ടവൻ, നമ്മുടെ ഒരു കൂടപ്പിറപ്പ്, നമ്മുടെ ഒരു ചങ്ക മണ്ണിനടിയിൽ പോയിട്ട് എവിടെ അർജുൻ എവിടെ പോട്ടെ, അർജുൻ എവിടെയെന്ന് പോയിട്ട് അപ്പുറം ഒരു വലിയ വണ്ടി ഉണ്ടല്ലോ, ഇത്ര ടൺ മരവുമായി കയറ്റിപ്പോയി ഒരു വലിയ വണ്ടി എവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ സാങ്കേതിക സംവിധാനത്തിലൊക്കെ ഒരുപാട് മുന്നേറിയ നമ്മൾ, ചന്ദ്രയാൻ ദൗത്യത്തിൽ ഇപ്പോഴും നമ്മുടെ രോമാഞ്ചം അടങ്ങിയിട്ടില്ലാത്ത നമ്മൾ ഇപ്പോഴും വായും പൊളിച്ചു നിൽക്കുന്നു ഗോപികൃഷ്ണൻ. ആ വലിയ ചോദ്യത്തിന് മുന്നിൽ ഏഴാം നാളും ഉത്തരമില്ല. ഇന്ന് പക്ഷേ പ്രതീക്ഷ അടുത്തു വരെ വന്നതാണ് എന്ന് പറയാനുള്ള കാരണം, ഗോപികൃഷ്ണൻ അവിടെ ഒരു സിഗ്നൽ കണ്ടു. ആ സിഗ്നൽ അത് വലിയ സ്ട്രെങ്ത് ഉള്ള ഒരു സിഗ്നലാണ്. സാധാരണഗതിയിൽ നമ്മൾ പോയ സമയത്ത് കണ്ട സിഗ്നൽ പോലെയല്ല. കാരണം ഒരു നീളമുള്ള ഒരു കട്ടി മെറ്റൽ കഷ്ണത്തിന്റെ ഒരു സിഗ്നൽ ഏത് രീതിയിൽ വരുമോ ആ രീതിയിലുള്ള സിഗ്നലാണെന്ന് പറഞ്ഞു. നമ്മൾ ഏതാണ്ട് ഉറപ്പിച്ചു, രക്ഷാപ്രവർത്തനം ഉറപ്പിച്ചു. ആ സമയത്ത് രഞ്ജിത്ത് ഇസ്രായേലിന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്, വാട്സാപ്പ് കോൾ ചെയ്യുന്നുണ്ട്. ഹാഷ്മി കിട്ടിയെന്ന് തോന്നുന്നു എന്ന് പറയുന്ന വലിയ എക്സൈറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എനിക്ക് കേൾക്കാമായിരുന്നു, പ്രകടമായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഗോപികൃഷ്ണൻ 8 മീറ്റർ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അത് ഈ പറയുന്ന മട്ടിൽ നേരത്തെ കണ്ടത് മട്ടിൽ പാറയിൽ എന്തോ കണ്ട ഏതോ മെറ്റൽ സാന്നിധ്യം ഈ റഡാർ തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള റഡാറേ ഉള്ളോ സൈന്യത്തിന്റെ പക്കൽ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുന്നു. ഗോപികൃഷ്ണൻ അമ്മ പറയുന്ന പോലെ അമ്മ അത്രത്തോളം നിരാശയാവുന്നത്, അല്ലെങ്കിൽ സഹോദരി അത്രത്തോളം നിരാശരാവുന്നതിന് 100% യുക്തിയുണ്ട് എന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പറയും. ഏറ്റവും ഒടുവിൽ വന്ന് മനാഫ് ചോദിക്കുന്നുണ്ടായിരുന്നു, രാത്രിയിൽ കുറച്ച് വെളിച്ചം അറേഞ്ച് ചെയ്യാൻ ഹാഷ്മി വിചാരിച്ചാൽ നടക്കും. നമ്മുടെ മുഖ്യമന്ത്രി തലത്തിലൊക്കെ എന്താണ് ഇടപെട്ടാൽ രാത്രി കുറച്ച് വെളിച്ചമുണ്ടെങ്കിൽ ഞങ്ങൾ മലയാളികൾ രാത്രി ഞങ്ങൾ തെരഞ്ഞോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. ആവശ്യത്തിന് വണ്ടി ഉണ്ടായിരുന്നില്ല, ആവശ്യത്തിന് JCB ഉണ്ടായിരുന്നില്ല, ആവശ്യത്തിന് യന്ത്രസംവിധാനം ഉണ്ടായിരുന്നില്ല. എന്തിന് ഗോപികൃഷ്ണൻ ഇവിടെ രക്ഷാദൗത്യം നടത്തുന്നവർക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ മനാഫ് ഇടപെടേണ്ടി വന്നു. മനാഫാണ് ഇവിടുത്തെ പാവം പിടിച്ച കുറെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലൊക്കെ ഭക്ഷണം വെച്ച് ഇവിടെ ചോറ് കൊണ്ട് കൊടുക്കുന്ന മനാഫാണ്, ചായ കൊടുക്കുന്ന മനാഫാണ്. വെള്ളം പോലും ഒരു ബക്കറ്റിൽ പോലും, കുപ്പിവെള്ളം പോട്ടെ, ഒരു ബക്കറ്റിൽ പോലും വെള്ളം അങ്ങോട്ടേക്ക് എത്തിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അനാസ്ഥയുടെ ആഴം അത്രത്തോളം വലുതാണ്. ഗോപികൃഷ്ണൻ ഉറപ്പായും ധാർമ്മിക രോഷം, വലിയ വേദന, വലിയ സങ്കടം അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഹാഷ്മി, ഇപ്പോഴും അമ്മ പറഞ്ഞു മകൻ ജീവനോടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ നമുക്ക് എന്തായാലും ഇതിനൊരു അറ്റം കണ്ടെത്തണമല്ലോ, എന്ത് സംഭവിച്ചു എന്ന് അറിയണമല്ലോ. അങ്ങനെയെങ്കിലുമുണ്ട്. അപ്പോൾ അർജുനും ലോറിയും ഇപ്പോൾ കരയിലെ മൺകൂനയ്ക്കടിയിലില്ല എന്ന് സൈന്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് സേനയുടെ പരിശോധനകൾക്ക് ശേഷം ഇനി അവിടെ ഒരു തെരച്ചിൽ സാങ്കത്യമില്ല എന്ന തീർപ്പിലേക്ക് സേന എത്തിയിട്ടുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം അവിടെ ഒരു വലിയ കുഴിയുണ്ട്, ആ കുഴിക്കകത്ത് വീണിരിക്കാം എന്നൊക്കെയുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ ആ കുഴിയിൽ മണ്ണിടുകയാണ് ചെയ്തത്, പരിശോധന നടത്തിയില്ല എന്നൊരു
വലിയ വിമർശനവും ആക്ഷേപവും അമ്മ ഇവിടെ നിന്ന് ഉന്നയിക്കുകയുണ്ടായി. സേനയുടെ നിഗമനം എന്താണ്? ഗോപി, ദൗത്യസംഘം എന്ന് പറഞ്ഞാൽ സേന ഈ കരയിൽ വണ്ടിയില്ല എന്ന് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചതിന് ശേഷമാണ് 6:30 ദൗത്യം പൂർത്തിയാക്കി അവർ മടങ്ങുകയാണെന്ന് തോന്നുന്നു. അവർ അങ്ങോട്ടേക്ക് പോയ 3 വാഹനങ്ങൾ അവർ തിരികെ ഇറങ്ങിപ്പോയ ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ സേന ഒരു തീർപ്പിലേക്ക് എത്തുന്നു. കരയിൽ ഈ വണ്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ 15 അടി താഴത്തിൽ പരിശോധിക്കാവുന്ന ഈ റഡാർ സംവിധാനം വെച്ച് പരിശോധനയ്ക്ക് ശേഷം ആ കരയിൽ ആ വണ്ടിയില്ല എന്ന തീർപ്പിലേക്ക് ഈ കരസേന ദൗത്യസംഘം എത്തുകയും അത് ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തിട്ടാണ് മടക്കം. പക്ഷേ അപ്പോഴും രക്ഷാപ്രവർത്തകർ പറയുന്നു, അവിടെയുള്ള മലയാളി രക്ഷാപ്രവർത്തകർ പറയുന്നു, ഇനിയും അവിടെ മണ്ണ് നീക്കാനുണ്ട്. 70% പോലും മണ്ണും ഇനിയും നീക്കിയിട്ടില്ല. മണ്ണ് നീക്കിയാൽ മാത്രമേ കംപ്ലീറ്റ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്കത് പൂർണ്ണമായ തോതിൽ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒഫീഷ്യലി ഔദ്യോഗികം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രക്ഷാപ്രവർത്തകർ എന്ന് പറയുന്ന ഒഫീഷ്യൽ കപ്പാസിറ്റി ഉള്ളവരല്ല. അവരവരുടെ നാടിനുള്ള സ്നേഹത്തിൽ, അർജുനുള്ള സ്നേഹത്തിൽ, ഒരു സഹജീവിയുള്ള സ്നേഹത്തിൽ എങ്ങനെയെങ്കിലും ലക്ഷ്യമെടുക്കാൻ കഴിയുമോ എന്ന ഇതിൽ ഒരു ലാഭേച്ഛമില്ലാതെ ഓടി വരുന്നവരാണ്. അവർക്ക് ഏതെങ്കിലും ഒഫീഷ്യൽ പവർ ഉള്ളവരല്ല. അവർ പറഞ്ഞാൽ അത് വെറുതെ പറഞ്ഞു നിൽക്കാം എന്നതല്ലത് ഒഫീഷ്യലി അത് സംഭവിക്കില്ല. ഗോപികൃഷ്ണ മനസ്സിലാക്കേണ്ടത് ഒഫീഷ്യലി ഈ കരയിലുള്ള രക്ഷാ ദൗത്യം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ഇനി ഈ ഏരിയയിലേക്ക് പോകില്ല. അത് പറയാനുള്ള കാരണങ്ങൾ ഒന്ന്, ഇന്നലെ തന്നെ ഇവിടുത്തെ റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നു 92% മണ്ണ് പൂർത്തിയാക്കി, അവിടെ വണ്ടിയില്ല. ഇന്ന് രാവിലെ ഇവിടെ ജില്ലാ കളക്ടർ പറയുന്നു 99% മണ്ണ് പരിശോധന പൂർത്തിയാക്കി, ഇവിടെ വണ്ടിയില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഈ കരയിലെ ഓപ്പറേഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു വ്യഗ്രത ആർക്കൊക്കെ ഉണ്ടെന്ന് എനിക്ക് രാവിലെ തന്നെ തോന്നിയിരുന്നു. അതിന് വ്യക്തിപരമായി ഒരു കാരണം എനിക്ക് തോന്നിയത്, ഗോപികൃഷ്ണൻ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. ഈ റോഡിന് അങ്ങേ അറ്റത്ത് എന്താണ് ഒരു 100 ഏറ്റവും കുറഞ്ഞ ഒരു 100 ട്രക്കെങ്കിലും നിരന്നിരുന്ന് കിടപ്പുണ്ട്. അവർക്ക് പോകേണ്ട വഴിയാണിത്. അപ്പോൾ ആ ലോറി ഡ്രൈവറും പോലീസിനോടൊക്കെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അവർക്ക് ഈ വഴി തുറന്നാൽ പോകാൻ പറ്റൂ. ഈ വഴി തുറക്കണമെങ്കിൽ ഈ പരിശോധന അവസാനിക്കണം, എങ്കിൽ മാത്രമേ ഈ വഴി തുറന്ന് കിട്ടുള്ളൂ. മാത്രമല്ല ആ വഴിയിലെ മണ്ണൊക്കെ മാറ്റി സേഫാക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യഗ്രതയ്ക്ക് അടിസ്ഥാനമുണ്ടെന്ന് വ്യക്തിപരം എനിക്ക് തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായ തോന്നലാണ് ഗോപികൃഷ്ണൻ, ഞാൻ പറയുകയാണ്. പക്ഷേ അപ്പോൾ ഇനി അടുത്ത എന്താണ്, ഈ വണ്ടി എവിടെ എന്ന് കണ്ടെത്തണം. ഈ വണ്ടി എവിടെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പരിശോധന ഈ പുഴയും കരയും ചേരുന്ന ഭാഗത്ത് ഒരു നീളൻ മൺതിട്ടയുണ്ട്. ആ മൺതിട്ടയിൽ പരിശോധിച്ചു. പക്ഷേ അവിടെ ഒരു സിഗ്നൽ കിട്ടിയിരുന്നു. പക്ഷേ അതൊരു നേർത്ത സിഗ്നൽ ആയിരുന്നു. പക്ഷേ ആ പരിശോധന വളരെ ചുരുക്കിയ സമയം കൊണ്ട് അവസാനിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോഴും ഈ മലയാളി രക്ഷാപ്രവർത്തകർ പറയുന്നു അതങ്ങനെ അവസാനിപ്പിച്ചാൽ പോരാ, അത് ഒരുപാട് വോളിയം ഓഫ് മണ്ണുള്ള ഒരു സ്ഥലമാണ്, ഒരുപാട് താഴ്ചയിൽ മണ്ണുണ്ട്. അവിടെ തറവായി പരിശോധന നടത്തിയാൽ മാത്രമേ ഈ പറയുന്ന പുഴയും ഞാൻ ഒരു നിമിഷം ഒന്ന് ഇടപെടുകയാണ് ആഷ്മി. കാരണം നമുക്ക് 2 പേർ നമ്മളോടൊപ്പം, വളരെ പ്രധാനപ്പെട്ട 2 അതിഥികൾ ഇപ്പോൾ ശിരൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയ്ക്കൊപ്പമാണ് അവരുള്ളത്. ഒന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫാണ്, മറ്റൊരാൾ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലാണ്. നമുക്ക് അവർ 2 പേർക്കും എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളതെന്ന് നോക്കാം. അരുൺ പൂപ്പറമ്പ, എന്താണ് ഈ 2 MLA-മാർ പറയുന്നത്, 2 ജനപ്രതിനിധികൾ പറയുന്നത്? 7ാം ദിവസത്തെ തെരച്ചിൽ അവസാനിച്ച് ഒന്നും കണ്ടെത്താൻ കഴിയാതെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഗോപികൃഷ്ണൻ, നമുക്ക് അവരേക്ക് തന്നെ പോകാം. ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലിൽ തന്നെ ആദ്യം ചേരുന്നു. സർ, വാട്ട് ഈസ് ദ റിയൽ സിറ്റുവേഷൻ നൗ? Till today, whatever I have told you from the day one, it is real situation only. Why we will tell you something lie? And it is open, and I have taken you at the site every time. Whenever you told me that, Baba, I want to see these operations, we have taken without saying our people. I told, okay, you have to come and you have to look these operations. And on top of that, Arjun's cousin brother or somebody with 2 guys, they are in the 24/7 rescue work. Till yesterday, we have tried lot with 6-meter radar, and we have moved the cargo mud from the landslide. But today again, I have bought from Bengaluru 10-meter radar. The person is, I think now only is coming here only. And 10-meter radar, that also he also tried, but we are not getting succeeded because this mud is mixed with magnesium, iron ore content. So radar shows somewhere, and we are locating, and they have given the identification, but every identification we have tried with the location to dig and to remove all the soil along with the stones, but we have not got anything because of the truck height is 12 meter and length is 24 feet, 12 feet by 24 feet, and we have finished the mud up to
2-3 feet, which is from the land side. And tomorrow I am bringing 2 more machines, which is having 60 feet length of the boom. For the riverside rescue operation. This is riverside rescue operation. Today till now, we have cleared from the land side, nothing is there. And the day one I was having the doubt because this mud is not a this thing. It is a loose soil. Okay. Loose soil always pushes the trucks also, pushes the houses with the foundation. As you have also seen many this type of landsliding where the house is also sliding this way. Okay, it will not tilt. Like that truck went to inside, and my opinion, on the top of the truck mud has been. The Arjun's family alleged that the army's rescue operation not done the proper way. What is the... I'm telling you one thing. Sitting in Kerala or thinking that they have come yesterday, today they are going, it is not a correct methodology. They have come for what? They have come for some situation where the location may be. Now today, the day before yesterday, you have seen the metal from NIT, National Institute of Technology, Mangalore, Suratkal. Sir, Report from Bangalore. It doesn't mean that they are not. Their duty is what? To find out any sound system. Like that, our army has come. Army has have some vision. Baba, what are the chances maybe? If the chances are over, then they will not definitely be there. armies now withdraw the operation. No, why they are withdrawing? They will give you the suggestions. Now Navy people are there. In front of you people only Navy people are diving. They have made the diving, but unfortunately the waters of that river and mud of this landsliding mixed with red color. They can't see the land itself. You got my point. Then there is no use to work there. Now they will come again 2 days after, 1 day or 2 days. They want to clear to see the vision wherein diving people are involved. Wherein NDRF, SDRF, they are master in removing the soil. Geologist, he can make the study of the mud's position, whether it will stand or whether it will not stand. Apart from that, thinking any other ways, whatever your person has told, I have agreed and I have told them we will take the situation in our handle, our this thing, and we will do it. And till 8:30 with the 2 generators we have worked. You have seen that. Okay, but you have to tell our family, Baba, these people are working. Sir, in the all last 4 days, the rescue operation finished at 7 o'clock, 8 o'clock, or evening time. Not rescue operation continues the later night. Night we cannot, because the height was such a height, it is more than 150 meter. You have seen. And in between how many cavities have been opened, we don't know. Mud side, we are looking like this. But in between, if water goes inside, it is open, then the collapse chances are more. For that, without wasting the time on that, I told from the day one we will search in the river. But your person told it is not. With this Mr. Arjun, our 3 people are there. That also you are aware. One lady is there, Gangi Gowda. One more boy, Lokesh. One more fellow is Jagannath. We are searching for them also now. It is not only alone person. We are doing not work. I would have been agreed, accepted. When there are 3 people from our side and along with our Arjun, 4 people. Because why we have given more
important in Arjun's case because of when that person, particularly from your Benz company, that 6 days it is possible to survive with him alive. That was what we are concentrated. More concentration we have given for that. If you say we are not given the concentration, means it is very. Sir, in the first part of the rescue operation, Aru- very slow, and the other. I do agree. അരുൺ നമുക്ക് if ഒരു കാര്യം anything കൂടി അറിയണം. incident happens, എന്താണ് you വാട്ട് ഈസ് cannot ദ take കൺക്ലൂഷൻ action. ഓഫ് ദ ആർമി He has എന്നത് to നമുക്ക് come, he അറിയണം. has to കാരണം plan. ഈ അർജുനും ലോറിയും കരയിലില്ല എന്ന കാര്യം അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. Government has to give the direction. It is all procedure. It is there. Nobody knows. Nobody does, Baba. It is not my house only. If anything in my house inside, also then I will call Baba. What will be the problem? What is next steps? Sir, what is the next plan of army? They confirmed that the lorry not in land, there is in river. Before coming army, I have declared that lorry is not in the road. What the army officials are thinking that some people have come with some dress, then only it is correct. You want to say no? the army It is officials. common man's things. Okay. I have made my mind on that day only. When it is down the ground, definitely it slides. Only because of our vision was what, identification of the mobile was showing in GPS that particular point we are thinking. Sir, army officials also confirmed that the lorry in the river. No, they have said that landslide, it is not there. How they can, what they are God or what, you tell me? They are like us only, yaar. They have been trained for particular the things. You got my point, no? Navy, what they can say? In Navy, in mixed water of mud, they can find out? No. It has to get a clean. We will try, boss, tomorrow. Hopefully, my additional 2 booms will work. Let us see. Sir, in the incident, the rescue operation start only after the 3 days. That was See, tanker was inside, you have seen. Tanker was inside, you have seen. We thought that all tanker will be in water. You tell me, why only one tanker has went to water? Why this truck has not went to the water? We cannot judge like that, no, brother. If you are putting that question, then I am also unable to answer. Because I cannot answer here. But you tell me, from the morning till the evening, I was not there. I am not there for 7 days. You tell me. I am there or not, you tell me, no. You have to tell me yes or no, boss, please. Otherwise, I will also find difficulty to answer you. I was there or not. okay. Yes, we see, sir, all day in the rescue operation. Yeah, why? It is my duty, boss. Sir, Navy have the equipments, the proper equipments. They have to the rescue operation for tomorrow. Navy people have all equipments we are having, but equipments are not working in this situation. I am telling you, if you want to find out immediately, there we have needed what you know. We have to need our boat, wherein barge-mounted crane. Okay, that we call as dredger. Okay, dredger has to come and with the barge-mounted crane. Tomorrow. No, the problem is there are 2 bridges to come inside. You have not seen that. One Konkan Railway bridge is there. One more Gangavali River bridge is there. From there we have to see the span's distance. After that, draft we have to check. What is the draft? That machinery should not struck in that water. You got my point now. Thereafter, we have to see that in the sea whether they are allowing or not, because it is a rough weather now. In monsoon,
we are not operating, barges are not operating. Only somebody has to take care and somebody has to see the wind and this study and he has to bring it. How was Navy tomorrow's operation? How was going? Navy will try their level best. We will try, I will try. ശരി, കൻവാർ from MLA ആണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് അർജുൻ മാത്രമല്ല മറ്റു 3 പേരെ കൂടി തിരയുന്നുണ്ട്. അർജുനും വേണ്ടി മാത്രമായി ഇപ്പോൾ തിരച്ചിൽ കുറെ കൂടി ഊർജിതമാക്കാൻ കാരണം അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ജീവനോടെ ഇരിക്കാൻ കൂടി കഴിയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സർവൈവൽ സാധ്യത കൂടി കണക്കാക്കിക്കൊണ്ടാണ് കൂടുതൽ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മണ്ണും ചെളിയും എല്ലാം കൂടി കലർന്നിരിക്കുന്ന സാഹചര്യത്തിൽ രക്ഷാ ദൗത്യത്തിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ മനസ്സിലാക്കണം എന്നതാണ് കാൻവാർ MLA ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മാത്രമല്ല മഗ്നീഷ്യവും അയണോറും ഒക്കെ മഗ്നീഷ്യവും ഇരുമ്പയിരും ഒക്കെ കലർന്ന മണ്ണായതുകൊണ്ട് തന്നെ റഡാറിൽ നിന്ന് നൽകുന്ന സന്ദേശങ്ങളെ പൂർണ്ണമായി നമുക്കങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുകൂടിയാണ്. ഏതായാലും അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. സൈന്യം മടങ്ങിപ്പോയോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് MLA ഉറപ്പിച്ചു പറയുന്നത്. ഈ കാര്യത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു സംശയം, കരയിൽ അർജുനും ലോറിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു തീർപ്പിലേക്ക് സൈന്യം എത്തി എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സേന തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന തരത്തിൽ വരുന്ന വിവരങ്ങൾ ശരിയല്ല എന്നാണ് കാൻവാർ MLA ഇപ്പോൾ 24-നോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പ കാൻവാർ MLAയുമായി തുടർന്നും സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം MLA ശ്രീ അഷ്റഫും അവിടെയുണ്ട്, അദ്ദേഹവുമായിട്ടും സംസാരിക്കുന്നുണ്ട്. സാധ്യമായ എല്ലാ തരത്തിലും അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഇനിയും തുടർച്ചയുണ്ടാകും എന്ന സൂചനയാണ് ഇവർ നൽകുന്നത്. അതിൽ നമുക്കും പ്രതീക്ഷ അർപ്പിക്കാം. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. അഭിരാമി നമ്മളോടൊപ്പം ഉണ്ട്, അർജുൻ്റെ ഇളയ സഹോദരി. അഭിരാമിയോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വിദഗ്ധരും ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാനുണ്ട്. ഞാൻ അവരിലേക്കും വരും വളരെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം. 7ാം ദിനത്തിലും നമുക്ക് അർജുനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. പ്രതീക്ഷകൾ അസ്തമിക്കാറായിട്ടില്ല എന്ന് തന്നെ കരുതാം നമുക്ക്. അഭിരാമിയുണ്ട് നമ്മളോടൊപ്പം, അർജുൻ്റെ ഇളയ സഹോദരി. അഭിരാമിയുടെ മനസ്സിൽ ഇപ്പോൾ എത്രത്തോളം വേദനയുണ്ട് എന്നെനിക്കറിയാം. അഭിരാമി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം തന്നെ അർജുനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിലുമായിരുന്നു. ഇന്നിപ്പോൾ 7ാം ദിവസത്തിലും നമുക്കത് ഒരു കൃത്യമായ ഒരു സൂചന ഇതുവരെ കിട്ടിയിട്ടില്ല. അഭിരാമിക്ക് എന്താണ് തോന്നുന്നത്? 7 ദിവസമായി അപ്പോൾ ഞങ്ങൾ ആർമീനെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആർമി വന്നു. കരയിൽ തെരച്ചിലും കാര്യങ്ങളൊക്കെ ഏകദേശം അവർ നല്ല രീതിക്ക് തന്നെ നോക്കുന്നുണ്ട്. നിലവിൽ അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഇനി അവിടെ ഒരു കുഴി ഉണ്ട് എന്ന് പറയണ്ട, ആഴത്തിലുള്ള. ഇനി അതിലുണ്ടോയെന്നും അവർ നോക്കിയിരിക്കും. ഇനി പുഴയിലേക്ക് തന്നെ തെരച്ചിൽ തുടങ്ങേണ്ടി വരും. അഭിരാമി, ഇപ്പോൾ ഈ കാൻവാർ MLA പറഞ്ഞത് കേട്ടല്ലോ. അതായത് അവരുടെയും 3 ആളുകളെ കുറിച്ച് വിവരമില്ല. പക്ഷെ എന്നിട്ടും അർജുൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വളരെ പ്രതീക്ഷയോടുകൂടി തിരച്ചിൽ നടത്താൻ കാരണം ആ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടൊക്കെ അത്ഭുതകരമായി അർജുൻ ഒരുപക്ഷെ രക്ഷപ്പെട്ടു വരാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വാർത്തകൾ തന്നെ പല പല രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ആദ്യം വന്ന് 90% മണ്ണ് മാറ്റി, എന്നിട്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ നേരത്തെ അർജുൻ്റെ അമ്മ നേരത്തെ പറഞ്ഞത് ഒരു കുഴിയിൽ, ഇപ്പോൾ അഭിരാമി പറഞ്ഞതുപോലെ തന്നെ അവിടെ തിരച്ചിൽ നടത്തിയില്ല എന്നൊക്കെയാണ്. പക്ഷേ MLA പറയുന്നത് ഈ സൈന്യത്തിന് ആ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അവർ വളരെ പരിശീലനം ലഭിച്ച ആൾക്കാരാണല്ലോ. പിന്നെ ഇപ്പോൾ ഈ പുഴയിൽ നാവികസേന തിരച്ചിൽ നടത്തുന്നുണ്ട്, NDRFൻ്റെ സംഘം സമാന്തരമായിട്ട് നടത്തുന്നുണ്ട്. അഭിരാമി, ഈ അർജുനും ലോറിയും ഒക്കെ ആ കരയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണോ അഭിരാമിക്ക് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്? അതോ കൂടുതൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നീങ്ങിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കരയിൽ തെരഞ്ഞു കഴിഞ്ഞെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ എന്തായാലും പുഴയിൽ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ആ ഒരു ഏരിയയിൽ നിന്ന് എങ്ങോട്ടും പോകില്ല. ആ ഒരു ഡിസാസ്റ്ററിൽ ഏട്ടൻ പെട്ടിട്ടുണ്ട്. അതപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത്. അഭിരാമിക്ക് എന്താണ് ഇപ്പോൾ ഈ ഒടുവിൽ ഇപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്? അഭിരാമിയുടെ മനസ്സെന്താണ് പറയുന്നത്? ഇപ്പോഴും ഏട്ടൻ വരും, അല്ലെങ്കിൽ ഏട്ടനെ കണ്ടു കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. പിന്നെ അമ്മന്ന് ഈവനിങ്ങിൽ കുറച്ച് വിഷമത്തോടെയാണ് സംസാരിച്ചത്. അതെന്താ വെച്ചാൽ ഓരോ അമ്മമാരും ഫ്രസ്ട്രേഷനാണല്ലോ അത്. അതായത് ഇത്ര നാൾ അമ്മ നോക്കി, പെട്ടെന്നൊരു ദിവസം അങ്ങനെ 7 ദിവസം കാത്തിരിക്കുകയാണ്. ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഇതിലാണ് അമ്മ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് പുഴയിൽ തിരയാം.
അതെ അഭിരാമി, അമ്മ അങ്ങനെ പറഞ്ഞതിലൊന്നും ആരും എന്തെങ്കിലും ഒരു കുറ്റം പറയാനൊന്നും പോകുന്നില്ല. അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ മകനെ കുറിച്ചിട്ടുള്ള വിവരം കിട്ടിയിട്ട് 7 ദിവസമായി. നമ്മളെല്ലാവരും ആ തെരച്ചിലിലൊക്കെ ഭാഗമാണ്. അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞതിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ അവരെല്ലാം പറയുന്നത് ഈ അവിടുത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്, ഈ മണ്ണിൽ ഇപ്പോൾ റഡാർ തന്നെ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ട്. അഭിരാമി, ഞാനൊരു അല്പം കൂടി കടന്ന് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ആ ഭാരത് ബെൻസിൻ്റെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടില്ല, അവരുടെ ആ ക്യാബിൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് സാറൊക്കെ പറയുന്ന ആളുകൾക്ക് സർവൈവ് ചെയ്യണം എന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം അഭിരാമി, അല്ലേ? അങ്ങനെ ഏതവസ്ഥയിലാണ് അറിയില്ല. പുഴയിലാണെങ്കിൽ ഇങ്ങനെ സർവൈവലും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ വേഗം തന്നെ പറ്റട്ടെ. പുഴയിലാകുമ്പോൾ കുറച്ചുകൂടി ടെക്നോളജീസൊക്കെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ കുറേ പുതിയ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അഭിരാമി, ഒരു കാര്യം അതിനകത്തൊരു സംശയമായിട്ട് പറഞ്ഞത്, ഈ പുഴയിലായിരുന്നെങ്കിൽ ഈ മൊബൈൽ ഫോൺ എങ്ങനെ റിങ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചേട്ടൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നു അല്ലേ? ഇപ്പോൾ ചില സമയത്ത് ഓഫായിരുന്നു, പിന്നെ വീണ്ടും അടുത്ത ദിവസം ഓണായി. പിന്നെ അതേപോലെ തന്നെ വാഹനത്തിൻ്റെ എൻജിൻ ഓണായിരുന്നു. GPS-ലൂടെ നമുക്ക് കുറച്ച് വിവരം കിട്ടി. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ആ സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഈ മനാഫ് ഇവിടുന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ അഭിരാമി? പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം, പറയൂ. അവിടുന്ന് വിളിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്, അനിയനുണ്ട്, ചേട്ടന്മാർ എല്ലാവരും അവിടെ ഉണ്ട്. അന്നപ്പോൾ അവിടുന്ന് വിളിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അവിടെ തെരച്ചിലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. അവരെന്താണ് അഭിരാമി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങളോട് പറഞ്ഞത്? എപ്പോഴാണ് അവർ വിളിച്ചിരുന്നത് അഭിരാമി? ഈവനിങ്ങിൽ അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ ഇങ്ങനെ തെരച്ചിൽ തുടരുകയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ അവരെ മാനസികാവസ്ഥയും ഇവിടെ പരിഗണിക്കണമല്ലോ. അല്ല, അത് വേണം അഭിരാമി. ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ വീട്ടിൽ നിങ്ങൾ തീ നിന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ അവർ തരുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ വിവരം അവർ തന്നിട്ടുണ്ടോ? പരിശോധന തുടരുകയാണെന്ന് തന്നെയാണ് പറയുന്നത്. അതുതന്നെയാണല്ലോ ഏറ്റവും വലിയ പ്രതീക്ഷ. അവരെന്തെങ്കിലും ഈ തിരച്ചിൽ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇവിടെയല്ല നോക്കേണ്ടത് അങ്ങനെയൊക്കെ അവർക്ക് തോന്നിയോ? അതോ ആ തെരച്ചിലിൽ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്നാണോ അവർ പറഞ്ഞത്? തെരച്ചിലിൽ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടെന്നും പറഞ്ഞ്, പിന്നെ ആർമി ഫോഴ്സും കാര്യങ്ങളൊക്കെ എത്തിയപ്പം അത് അതിൻ്റെ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അഭിരാമി ചേട്ടനോട് എപ്പോഴാണ് അവസാനം സംസാരിച്ചത്? ഞാൻ ഏട്ടൻ വന്ന സമയത്താണ്. പിന്നെ ഞാൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏട്ടനെ വിളിച്ചിട്ടില്ല. മെസ്സേജ് അയക്കും. അർജുൻ കുറച്ചൊരു അധികം ദിവസങ്ങളിൽ തന്നെ ഏട്ടൻ അയക്കും. ഡ്യൂട്ടിക്ക് പോയോ വന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചേട്ടൻ മെസ്സേജ് അയക്കും. അഭിരാമി, നമ്മൾ ഈ മനസ്സിലാക്കുന്നത് ഇപ്പൊ അർജുനെ പറ്റി പല കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ അർജുൻ പൊതുവിലൊരു മനക്കരുത്തുള്ള ഒരാളാണ് അല്ലേ? ഒരു സ്ട്രോങ് മൈൻഡഡ് ആണ് അല്ലേ? സ്ട്രോങ് ബിൽഡ് ആണ്. അതെ. അതാണ് ഞങ്ങൾക്ക് ഇത്ര ദിവസം ഉണ്ടായ വിശ്വാസം. അഭിരാമിക്ക് തോന്നുന്നത് ഈ നദിയിൽ വീണിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണോ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്? അങ്ങനെ ഒരു ഡിസാസ്റ്റർ വന്ന സമയത്ത് എന്താ അറിയില്ല. അങ്ങനെ ചോദിച്ചാൽ ശരി. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അഭിരാമിയോട് ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ വിചാരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും അധികം ചോദ്യങ്ങളൊക്കെ അഭിരാമിയോട് ചോദിക്കണോ എന്നൊക്കെയാണ്. അഭിരാമിക്ക് അറിയാമല്ലോ ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിലെ മീഡിയ മുഴുവൻ ഇപ്പോൾ അർജുൻ്റെ തിരച്ചിലിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിവരമോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ സംശയിക്കുന്ന ഒരു ഇടത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം നമുക്ക് കൈമാറാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ സമയങ്ങളിൽ സഹായകരമാകുമെന്ന് കരുതിയാണ്. അഭിരാമിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ചുകൂടി പറഞ്ഞോളൂ.
അങ്ങനെയാണെങ്കിൽ പുഴയിലെ തെരച്ചിൽ ഒന്നുകൂടി ശക്തമായിട്ട് നടത്താമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ റോബോട്ടിക് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകാനും കാണാനും ഒക്കെ. അതുപോലെ തന്നെ നേവീൻ്റെ കുറേ മാർക്കോസ് അങ്ങനത്തെ ഓപ്ഷൻസും സർവീസസും ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയാണല്ലോ ഏട്ടനെ കിട്ടുന്നുള്ളേ. ശരി അഭിരാമി ഏതായാലും നമുക്ക് എല്ലാവർക്കും അഭിരാമിയുടെ ഏട്ടനക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ നമ്മളെല്ലാവരും ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് വിവരങ്ങൾ വരുന്നത് എന്ന്. ഏതായാലും എന്തെങ്കിലും ഒരു വിവരം വളരെ വേഗം കിട്ടുമെന്ന് നമുക്ക് കരുതാം. അഭിരാമി, ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കരുതരുത്. ഈ ഒരു സമയത്ത് അഭിരാമിയോട് ഇത്രയും നേരം സംസാരിച്ചത് ഏതെങ്കിലും തരത്തിൽ അത് ഈ അന്വേഷണത്തിനോ തിരച്ചിലിനോ ഒക്കെ ഗുണകരമാകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. അപ്പോൾ അഭിരാമിയുടെ ഏട്ടനെ എത്രയും വേഗം കിട്ടട്ടെ. ഓക്കെ, ശരി അഭിരാമി, താങ്ക് യു. ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സാർ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇന്നും നമ്മൾ ഇതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ISROയുടെ സാറ്റലൈറ്റ് ഇമേജസ് കൊടുക്കുമെന്ന് പറഞ്ഞത്, പക്ഷേ നിർഭാഗ്യവശാൽ ആ സാറ്റലൈറ്റ് ഇമേജസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അർജുനും ലോറിയും ഒന്നും ഇപ്പോൾ ഈ ലാൻഡ് ഏരിയയിലില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് മിലിറ്ററി എത്തുകയാണ്, ആർമി എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുഴുവൻ പരിശോധനകളും കേന്ദ്രീകരിക്കപ്പെടാൻ പോകുന്നത് ഈ നദിയിലാണ്. ഇന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷനെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു സാർ? അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് ഗോപീഷ്ണൻ സാറേ. അതായത് നദിയിലൊരു ടാങ്കർ ലോറി വീണു. ആ ടാങ്കർ ലോറി മറിഞ്ഞ് വീണ്ടും ഒഴുകി പോകാത്ത രീതിയിൽ ഒരു 7-8 കിലോമീറ്ററിനകത്ത് ടാങ്കർ ലോറി കിട്ടി. എൻ്റെ ഒരു ലേമാൻ സംശയം, ഒരു വളരെ ടെക്നിക്കൽ അല്ലാത്തൊരു സംശയം, ഈ ലോറി ഈ ഡ്രൈവറോട് കൂടി അല്ലെങ്കിൽ നമ്മൾ അർജുനോടുകൂടി ലോറി നദിയിൽ വീണെങ്കിൽ ഒന്നുകിൽ അത് ഒഴുകി പോകണം, അങ്ങ് കടലിലേക്ക് പോകണം, അല്ലെങ്കിൽ അത് നദിയിൽ ഉണ്ടാവണം. നദിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ലോറിയുടെ ഒരു ഹൈറ്റും തടിയുടെ ഹൈറ്റും ഒക്കെ വെച്ച് എന്തെങ്കിലും ഒരു ചെറിയ സൈൻ ആ നദിയുടെ മുകൾ ഭാഗത്ത് കാണാൻ പറ്റണ്ടേ? കാരണം 2 ദിവസം പോയി നീരൊഴുക്ക് ഇപ്പോൾ കുറവുണ്ട്, അതിൻ്റെ വേഗത അതിനകത്തൊരു അണ്ടർ കറൻസ് മാത്രമേ ഉള്ളൂ, സർഫസ് ഫ്ലോ കുറച്ച് കുറവുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നദിയിൽ ആ ലോറി കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വൽ കിട്ടേണ്ടതല്ലേ മറ്റേ ടാങ്കർ ലോറി കിട്ടിയതുപോലെ? ഒന്നാമത്തെ ചോദ്യം. അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ ഇത് കടലിൻ്റെ ഭാഗത്തേക്ക് പോകില്ലേ? അപ്പോൾ കടലിൻ്റെ ഭാഗത്തേക്ക് പോകില്ലെന്ന് വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. കടലിൽ നേരിട്ട് ജനങ്ങൾ ഇറങ്ങിയല്ല, അതിൽ പൊഴിയും അഴിമുഖമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങാനും നിൽക്കാനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ വലുതാണ്. അങ്ങനെ പോകുമെന്നല്ല പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്തരം സാധ്യതകളെ നമ്മൾ ഗൗരവമായി ഒന്ന് വിലയിരുത്തുന്നില്ല. രണ്ടാമത് എൻ്റെ ഒരു നിരീക്ഷണം, ഞാനിത് വളരെ സൂക്ഷ്മതലത്തിൽ ഈ 6 ദിവസവും വിവിധ ചാനലുകളിലൂടെ അല്ലാതെയൊക്കെ സൂക്ഷ്മതലത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളെന്നുള്ള നിലയിൽ, ഈ ഒരു ചരിഞ്ഞ പ്രദേശം, ആ ചരിഞ്ഞ പ്രദേശം കഴിഞ്ഞൊരു താഴ്വര കഴിഞ്ഞിട്ടാണ് നദി, അല്ല നേരെ കറക്റ്റ് നദിയല്ല. അപ്പോൾ ഈ താഴ്വര എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞ് വീണു, കുറേ മണ്ണിടിഞ്ഞ് വീണു, ലാൻഡ് സ്ലൈഡിൽ വന്ന് കുറേ മണ്ണ് വീണു. അത് ലോറിയോടൊപ്പമാണ്, ലോറിയെയും കൂടി തള്ളിക്കൊണ്ട് ആ വാലിയിൽ ആ താഴ്വരയിൽ ലോറി വീണതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് മണ്ണ് വീണതെങ്കിൽ ഇവർ റോഡ് ക്ലിയറൻസിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആദ്യത്തെ ദിവസങ്ങൾ PWD കോൺട്രാക്ട് വരുന്നു, ഡിസാസ്റ്ററിൻ്റെ ആളുകളൊന്നും അവിടെ വന്നിട്ടില്ല. നമ്മൾ വളരെ സൂക്ഷ്മമായി ഇത് കേസ് സ്റ്റഡി പോലെ ചർച്ച ചെയ്യേണ്ടത്. PWDയുടെ ആളുകൾ വരുന്നു, ലോക്കൽ പോലീസ് വരുന്നു. അപ്പോൾ അവർ റോഡ് ക്ലിയർ ചെയ്യുന്നു. ഈ റോഡ് ക്ലിയർ ചെയ്ത മണ്ണെല്ലാം കൊണ്ടിട്ടത് വാലി ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടോ? അപ്പോൾ ഇരട്ടി മണ്ണാവും അങ്ങനെയാണെങ്കിൽ. നേരത്തെ ഒരു ലാൻഡ് സ്ലൈഡിൽ വന്ന മണ്ണുണ്ട്, പിന്നെ ഇവർ കൊണ്ടിടുന്ന മണ്ണുമുണ്ട്, റോഡ് ക്ലിയറൻസിന് വേണ്ടി കൊണ്ടിട്ട മണ്ണുമുണ്ട്. അതിനടിയിലാണോ? അങ്ങനെയാണെങ്കിലല്ലേ, അങ്ങനെ മണ്ണിൻ്റെ അടിയിലാണെങ്കിലല്ലേ ഇത് റിങ് ചെയ്യുകയും അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ സെൻസർ കിട്ടുകയൊക്കെ ചെയ്യുന്നത്, GPS സർവേ വെച്ച് ആദ്യം കിട്ടുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ലേ? നദിയിലായിരുന്നുവെങ്കിൽ വെള്ളം കയറുവാനോ അല്ലെങ്കിൽ മൊബൈലിൽ വെള്ളം കയറുവാനോ ഒരുപാട് സാധ്യതകൾ, കൂടുതൽ വേറൊരു റിസ്കി സാധ്യതയാണുള്ളത്. അപ്പോൾ ഇത് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടോ? അതായത് കരയിലെ മണ്ണിൻ്റെ അടിയിലല്ല, ഇവർ നികത്തിയ അല്ലെങ്കിൽ നേരത്തെ മണ്ണ് വീണ് അതിൻ്റെ പുറത്ത് ഇവരുടെ മണ്ണ് കൂടി കൊണ്ടിട്ട്, മാറ്റിയ മണ്ണ് കൂടി കൊണ്ടിട്ട് ആ വാലി പോർഷനിൽ ഇതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ന് രാവിലെ കളക്ടർ പറയുകയാണ്, അവിടുത്തെ ലക്ഷ്മിപ്രിയ കളക്ടർ മാഡം പറയുകയാണ്, ആൾമോസ്റ്റ് കരയിൽ അന്വേഷണം കഴിഞ്ഞു. അതെങ്ങനെയാണ്? എന്നിട്ട് വൈകുന്നേരം വരെ അന്വേഷിച്ചല്ലോ. രഞ്ജിത്ത് ഇപ്പോൾ വന്ന് പറയുന്നു ഇത് അന്വേഷണം ഇനിയും 70% നടന്നിട്ടുള്ളൂ, ഇനിയും കുറേ നടക്കാനുണ്ട്, 2 സൈഡിൽ ഇനി അന്വേഷിക്കാനുണ്ട് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുക? അപ്പോൾ ഇത് ആദ്യം മുതലേ ഒരു താളം തെറ്റിപ്പോകുന്നതും ഒരു ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യുന്ന രീതിയിലല്ല ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു റോഡ് ആക്സിഡൻറ്റ്, ഒരു ലോറിയും കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു, അവരിങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് പോയി. അത് നദിയിലാണോ കരയിലാണോ എന്നുള്ളതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള വളരെ ലളിതമായ ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് വളരെ സീരിയസ് ആയ ഒരു കാര്യം. ഇപ്പോൾ ISROയുടെ ചിത്രത്തിൽ
ISROയുടെ ചിത്രം കിട്ടിയാൽ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നേരത്തെ അവിടെ ഈ ലോറി, അതായത് അപകടം നടക്കുന്നതിന് മുമ്പുള്ള ഒരു ചിത്രമാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ 2 ചിത്രമാണല്ലോ. ആ ചിത്രം കിട്ടിയാൽ അവിടെ ലോറികൾ പാർക്ക് ചെയ്തിരുന്നു, അവിടെ കടയുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇമേജ് കിട്ടും. അപ്പോൾ അത് അല്ലെങ്കിൽ തന്നെ ഇത് ഉണ്ട് എന്ന് അവർ പറഞ്ഞല്ലോ. അപ്പോൾ ISROയുടെ ചിത്രങ്ങൾ കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇപ്പം നടന്നതിന് ശേഷമുള്ള എവിടെയാണെന്നുള്ള അണ്ടർഗ്രൗണ്ട് ചിത്രങ്ങളെ കിട്ടണം. അതൊന്നും പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നദിയിൽ അന്വേഷണം നടക്കട്ടെ, പക്ഷേ ആ വാലി പോർഷനുണ്ട്, ഒരു താഴ്വര പ്രദേശമുണ്ട്, അവിടെ കൂടി കൃത്യമായി ഡ്രഡ്ജിങ് നടത്തി ഒരു അന്വേഷണം നടത്തണം. സെൻസറെല്ലാം കൊണ്ടുപോയി അവിടെ ഡീപ്പ് സെൻസിങ് നടത്തി അവിടെയും ഒരു അന്വേഷണം ഗൗരവമായി നടത്തേണ്ടതുണ്ട്. ഇതിനകത്തൊരു വലിയ കോർഡിനേഷൻ്റെ പ്രശ്നമുണ്ട്. MLA ആണ് മറുപടി പറയുന്നത്, MP ആണ് മറുപടി പറയുന്നത്, ലോക്കൽ പൊളിറ്റിക്കൽ ലീഡർമാരാണ് അവർ മറുപടി പറയട്ടെ, അവർ ആളുകളുടെ ആശ്വാസത്തിന് വേണ്ടി മറുപടി പറയാം. പക്ഷേ ഇതിനൊരു സീനിയർ ലെവൽ ഉദ്യോഗസ്ഥർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന സീനിയർ ലെവൽ എക്സ്പേർട്ടുകളും സീനിയർ ലെവൽ ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. അവർ പലപ്പോഴും ഇതിനകത്ത് ബ്രീഫിങ്ങോ മറുപടിയോ പറയുന്നില്ല. അവരൊരു എപ്പോഴും വന്ന് മറുപടി പറയണ്ട, ഓരോ പത്രക്കാരോടും പറയണ്ട, പക്ഷേ ഒരു പർട്ടിക്കുലർ ഇടവേളകളിൽ അവർ ബ്രീഫ് ചെയ്യേണ്ട ഈ കാര്യങ്ങൾ. കാരണം ഇതൊരു ഗവൺമെൻറ് സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോഗ്രാമല്ലേ, അപ്പോൾ അതിനൊരു പ്രോട്ടോക്കോളില്ലേ. 2010 ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം നമ്മൾ അവസാനിപ്പിക്കാം. 2005 നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വന്നതെങ്കിലും ഓരോ വർഷവും 2 വർഷം കൂടുമ്പോൾ ഓരോ വിഷയത്തെ സംബന്ധിച്ചും പ്രോട്ടോക്കോൾ ഇറക്കാറുണ്ട് കേന്ദ്ര ഗവൺമെൻറ്, NDMA. അങ്ങനെ 2019 ലാൻഡ് സ്ലൈഡിന് വേണ്ടി മാത്രം പ്രോട്ടോക്കോൾ ഇറക്കിയിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡിന് വേണ്ടി മാത്രം ഗൈഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല നാട്ടിൽ, ഇതെല്ലാം നമ്മുടെ ഉണ്ട്. പക്ഷേ നമുക്കൊന്നുകിൽ പരിചയമില്ല, അല്ലെങ്കിൽ ഉദാസീനത, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെർട്ടൈസ് ഇല്ല, അല്ലെങ്കിൽ എക്വിപ്മെൻ്റ് ഇല്ല, പിന്നെ കോർഡിനേഷൻ ഇല്ല. ഇത് അങ്ങോട്ട് കത്തയച്ച് ഇങ്ങോട്ട് കത്തയച്ച് തൊട്ടടുത്ത് സൈന്യം ഉണ്ടെങ്കിലും പ്രൊസീജിയർ അനുസരിച്ച് അവർക്ക് വരണമെങ്കിൽ അവരെ വിളിച്ച് അവർ തീരുമാനമെടുത്ത് അവർക്ക് വരാൻ പറ്റും. തൊട്ടടുത്ത് ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷേ ഇത് ടോട്ടലായി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് ഡിസാസ്റ്ററിൽ. അത് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെയും എൻ്റെ നിരീക്ഷണം. ശരി സർ, ഞാൻ വരാം. ശ്രീ TK ഉണ്ണി, ഇപ്പോൾ ഈ അർജുൻ്റെ സഹോദരി അഭിരാമി നമ്മളോട് സംസാരിച്ചത് താങ്കൾ കേട്ടല്ലോ. ഇനി പുഴയിൽ, ഈ ഗംഗാവലി പുഴയിൽ അന്വേഷിക്കട്ടെ, അവിടേക്ക് വീണു പോകാനുള്ള അല്ലെങ്കിൽ ഒലിച്ചു നീങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെടുത്തതുപോലെ ഒരുപക്ഷെ അവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടി തന്നെ പറയുന്നത് അത്യാധുനിക സാങ്കേതിക റോബോട്ടിക് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പുഴയിലെ തിരച്ചിൽ കുറെ കൂടി എളുപ്പം നടത്താൻ കഴിയും എന്നാണ്. എനിക്കറിയില്ല, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർ വന്ന് നേരത്തെ പരിശോധന നടത്തുകയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നവർ പറയുകയും ചെയ്തതാണ്. ഇപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്നത് ഗംഗാവലി പുഴയിലേക്ക് വീണു പോയേക്കാം എന്ന ഒരു സാധ്യതയുടെ പുറത്താണ്. അങ്ങനെയാണെങ്കിൽ നാവികസേനയ്ക്ക് അധികമായി ഇനി അവിടെ എന്താണ് ചെയ്യാനുള്ളത്? അതെ, വളരെ വേദനാജനകമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഞാൻ കണ്ണാടിക്കലക്കാരനാണ്. ഇന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് ഇതുവരെയുള്ളത് പ്ലാൻ A കംപ്ലീറ്റ് ആയി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ. പ്ലാൻ B എന്ന് പറയുന്നതാണ് നമ്മൾ റിവറിലേക്ക്, പുഴയിലേക്കുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത്. ഒരു ഡൈവർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് സമയം അധികം വഴുകാതെ എളുപ്പവഴിയിൽ സേഫായിട്ട് എങ്ങനെ ഈ ഓപ്പറേഷൻ കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇപ്പോൾ MLA അവർ പറഞ്ഞു അവിടുന്ന് ഡ്രഡ്ജർ കൊണ്ടുവരണമെങ്കിൽ 2 പാലം ക്രോസ് ചെയ്യണം, അതിൻ്റെ വലിയ ക്രെയിൻ ഉള്ളതാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നില്ല, അത് വളരെ സമയമെടുക്കുന്നൊരു പ്രൊസീജിയറാണ്. ഞാൻ കഴിഞ്ഞ ഒരു ചാനലിലും പറഞ്ഞു, നമുക്ക് ഏറ്റവും എളുപ്പമാർഗം മഡ് ലിഫ്റ്റിംഗ് ആണ്. 10 മീറ്റർ വരെ നമുക്ക് മഡ് ലിഫ്റ്റിംഗ് ചെയ്ത് മഡിനെ പുറത്തിറക്കാം. അത് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സംഭരണിയിൽ സംഭരിക്കാൻ ചെയ്യാം, അതാണ് സേഫ്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അതും പിന്നെ നമ്മൾ ഈ ISROൻ്റെ അങ്ങനെയുള്ള ഉപകരണങ്ങൾ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം. മഡ് 4 മഡ് ലിഫ്റ്റിംഗ് ഹോസ് വെക്കണം. 6 ഇഞ്ച് വ്യാസമുള്ള ഹോസ് 10 മീറ്റർ നീളത്തിലുള്ളതായിരിക്കണം. എന്നിട്ട് നമുക്ക് ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം പ്രീ ഡൈവിംഗ് ചെക്കപ്പ് നടത്തണം. ഈ ഏരിയയിൽ എവിടെയെങ്കിലും മഡ് വീഴുന്ന ഏതെങ്കിലും ഏരിയയിൽ ഈ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആദ്യം അത് ചിലപ്പോൾ ഒരു പക്ഷേ നേവി ചെയ്തിട്ടുണ്ടാവാം. അവരോട് ആ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് അവിടെ ഒരു നേവൽ ഓഫീസറും ഉണ്ട് ഇതിൻ്റെ ഇൻചാർജ്, അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം ചെയ്യാൻ പറ്റുന്നത് മഡ് ലിഫ്റ്റാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇനി എന്തെങ്കിലും തരത്തിൽ അത് തടസ്സപ്പെടുകയാണ് മഡ് ലിഫ്റ്റിംഗ്, ഡൈവർ ഡൈവ് ചെയ്യുന്നു, അവിടെ ചെക്ക് ചെയ്യുന്നു, വരുന്നു, അത്രേ. അപ്പം മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട്, മുകൾ ഭാഗത്തു നിന്ന് താഴോട്ട് ഘട്ടം ഘട്ടമായി 4 എണ്ണം വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കഴിയും.
പിന്നെ മറ്റൊരു കാര്യം നമുക്കിപ്പം ഇതിന് മുന്നേ പറഞ്ഞ മാതിരി അഴിമുഖത്ത് നിന്ന് തുടങ്ങാനുള്ളൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവരെടുത്ത് ഡെങ്കി ബോട്ടുണ്ട്, ഞങ്ങളതിന് സോഡിയാക്ക് എന്നാണ് പറയുന്നത്. ആ ഡെങ്കി ബോട്ടിൻ്റെ അകത്ത് നമ്മൾ കയറ് കെട്ടിയിട്ട് 25 ഫീറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 25 ഫീറ്റ് റോപ്പിൻ്റെ മുകളിൽ ഒരു ചെറിയ ആങ്കർ കെട്ടിയിട്ട് നമ്മൾ ടോ ചെയ്യാം. അപ്പോൾ എവിടെയെങ്കിലും സ്ട്രക്ക് ആകുകയാണെങ്കിൽ അവിടെ ഒരു ഡൈവ് ചെയ്യാം, അതല്ലെങ്കിൽ അത് എടുത്തു മാറ്റാം. അങ്ങനെ ഈ ഫുൾ ഏരിയ നമുക്ക് കവർ ചെയ്യേണ്ട ഏരിയ അങ്ങനെയും ചെയ്യാം. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത്. പിന്നെ വണ്ടിയുടെ കാര്യം പറഞ്ഞത്, വണ്ടി നേരെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ക്യാവിറ്റി മുകളിൽ എന്തായാലും വരും, ഒരു പോക്കറ്റ്, എയർ പോക്കറ്റ് വരും. ആ പോക്കറ്റ് എന്നും നിലനിൽക്കും, അത് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ മൊബൈലോ മറ്റോ അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിങ് ചെയ്യും. ആൾക്കും വേണമെങ്കിൽ ഞങ്ങൾ ഷിപ്പിൽ എത്രയോ ആളുകൾ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്യാവിറ്റിയിൽ പിന്നെ എയർ പോക്കറ്റിൽ ജീവിച്ച ആൾ 3-4 ദിവസം ജീവിച്ചിട്ടുണ്ട്. ഇവിടെ പ്രശ്നം വെച്ചാൽ ഓക്സിജൻ്റെ അഭാവമായിരിക്കും കാർബൺ ഡയോക്സൈഡായി മാറുന്ന ഒരു സംഭവമുണ്ട്. അത് എത്രമാത്രം ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിങ്ങനെ ഒരു ക്യാവിറ്റി അതിൻ്റെ അകത്ത് വരും, അതുകൊണ്ട് ഫോൺ റിംഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പമാർഗം ഇതാണെന്നാണ് തോന്നുന്നത്. ഇനി അവിടെ നേവൽ ഓഫീസർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇതിന്റെ ഈ ലോറി ഉടമ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് വളരെ യുക്തിസഹമാണെന്നാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം ചോദിച്ചത് 40 ടൺ ഭാരമുള്ള ലോഡുമായിട്ടാണ് ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉണ്ടായിരുന്നത്. അങ്ങനെ അതായത് 400-ലധികം തടിക്കഷ്ണങ്ങളുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ ഒലിച്ചിറങ്ങി പുഴയിലേക്ക് വീണ്ടിരുന്നുവെങ്കിൽ ഈ തടിക്കഷ്ണങ്ങളെ കുറിച്ചോ ഈ ലോറിയുടെ ഭാരം അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ചിട്ടോ ഒക്കെയുള്ള എന്തെങ്കിലും ഒരു സൂചന, അതായത് 400 തടിക്കഷ്ണങ്ങൾ, 40 ടൺ ഭാരമുള്ള 400 തടിക്കഷ്ണങ്ങൾ, ഈ തടിക്കഷ്ണങ്ങൾ ഒഴുകി പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തുമ്പോ അറ്റമോ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ലേ? അപ്പോൾ അയാൾ ഉറപ്പിച്ചു പറയുന്നത് ഇതെവിടെയും ഒഴുകിപ്പോയിട്ടില്ല, ഇത് മണ്ണിനടിയിൽ കിടക്കുകയാണ് റോഡിനോട് ചേർന്ന് കരഭാഗത്തെന്നാണ്. ഇത് ലോജിക്കലായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം. കാരണം ആദ്യം വന്ന് വീഴുന്നോട് കൂടിയിട്ട് അതിൻ്റെ പിന്നിൽ വരുന്ന ശക്തമായ മണ്ണ് അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾക്കുള്ളത്, ഇത്രയും മരക്കഷ്ണങ്ങൾ ഇതിനകത്തുള്ളത് അതിൻ്റെ ബോയൻസി കൂടുകയാണ് ചെയ്യുന്നത് മരം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ. അപ്പോൾ ചെറുതായിട്ടൊരു ന്യൂട്രൽ ബോയൻസി ആയിട്ട് ഇത് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് മണ്ണില്ലെങ്കിൽ. ആദ്യം പറഞ്ഞതിൽ മണ്ണുണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവണം, മണ്ണ് അതിൻ്റെ മേളിൽ വീണിട്ടുണ്ടെങ്കിൽ അവിടെ സ്ട്രക്കായി നിൽക്കണം. പാറകളും വീണിട്ടുണ്ടല്ലോ, അപ്പോൾ വെയിറ്റ് കൂടി അതിനെ ഹോൾഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഇത് അവിടെ നിൽക്കില്ല. മരം ഉള്ളത് കൊണ്ട് കുറച്ച് മണ്ണാണെങ്കിലും അതിനെ തട്ടിമാറ്റി മെല്ലെ ഇളകി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പം അതെന്തായാലും അവിടെ ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു സർവേ നടത്തണം ഡൈവിങ് ചെയ്തിട്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഇനി ഞാൻ പോകുന്നത് ശ്രീ സുഭാഷ് ചന്ദ്രനിലേക്കാണ്. സുഭാഷ് ചന്ദ്രൻ, ഇവിടെ ഇന്നിപ്പോൾ അമ്മ നേരത്തെ ഈ അർജുൻ്റെ സഹോദരി അഭിരാമി പറഞ്ഞത് കേട്ടല്ലോ. അമ്മ ഒരല്പം അതിവൈകാരികമായി പറഞ്ഞു പോയതാണ്. അതെങ്ങനെ പറഞ്ഞാലും അമ്മ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവന് ഇത്ര വിലയേ ഉള്ളൂ. നമ്മളിത് എവിടെയാണ് നമ്മൾ കഴിയുന്നത്? ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് ഇത്രയധികം രക്ഷാ സംവിധാനങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഉള്ളൊരു നാട്ടിൽ ഇവിടെയാണ് ഈ ലോറി കിടക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും അവിടെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്താൻ കഴിയാതെ പോയ ഒരു സംവിധാനത്തെക്കുറിച്ച്, ആ വ്യവസ്ഥയ്ക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ ആർമിയും അതുപോലെ തന്നെ നാവികസേനയും NDRF സംഘവും ഒക്കെ വരുമ്പോൾ അവരെയൊക്കെ കോമാളി വേഷം കെട്ടിക്കുന്നു. അവരെയല്ല ഞാൻ കുറ്റം പറയുന്നത്, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന കേന്ദ്രത്തെ എന്ന് അതിരൂക്ഷമായ ഭാഷയിൽ ചില വിമർശനങ്ങളും ആ അമ്മ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉന്നയിച്ചു. ആ വിമർശനങ്ങൾ സാംഗത്യമുള്ളതാണോ? ഗോപികൃഷ്ണൻ, തീർച്ചയായും അത് താങ്കൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്നലെ ഞങ്ങൾ ഫയൽ ചെയ്ത കേസ് ഇന്ന് സുപ്രീം കോടതി മുമ്പാകെ വരുന്ന സമയത്ത് സുപ്രീം കോടതി അടിയന്തരമായി ഇക്കാര്യം കർണാടക ഹൈക്കോടതി കൂടുതൽ ഇക്കാര്യത്തിനകത്ത് സമഗ്രമായി ഇടപെടാൻ സാധിക്കുക, എളുപ്പത്തിൽ ഇടപെടാൻ സാധിക്കുക കർണാടക ഹൈക്കോടതിക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ പറയുകയും അതിനകത്ത് സുപ്രീം കോടതി തന്നെ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. സുവമോട്ടോ തന്നെ കർണാടക ഹൈക്കോടതി ഇതിനകത്ത് ഇടപെടേണ്ടതായിരുന്നു, സ്വമേധയാ തന്നെ ഇടപെടേണ്ടതായിരുന്നു എന്നുള്ളൊരു പരാമർശം ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതി നടത്തുകയുണ്ടായി. ഏതായാലും കേസ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ 1:30 തന്നെ ഇന്ന് സുപ്രീം കോടതി ഹൈക്കോടതി മുമ്പാകെ കർണാടക ഹൈക്കോടതി മുമ്പാകെ ഇക്കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. ഇവിടുന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഇക്കാര്യം തീർപ്പായതിനു ശേഷം
തുടർന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഇന്നത്തെ വർക്കിംഗ് അവറിന് അകത്ത് തന്നെ ഞങ്ങൾ അവിടെ പെറ്റീഷൻ ഫയൽ ചെയ്തു. അതുമായി മുന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എതിർകക്ഷിക്ക് സ്വാഭാവികമായും കർണാടക സർക്കാരിന് നമ്മൾ അതിന്റെ കോപ്പി നേരത്തെ തന്നെ കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കുന്ന സമയത്ത് കർണാടക സർക്കാരിലെ ഉയർന്ന നിയമ ഉദ്യോഗസ്ഥർ, ഞാൻ പേര് പറയാനോ അല്ലെങ്കിൽ അവരുടെ ഡെസിഗ്നേഷൻ പറയാനോ ഉദ്ദേശിക്കുന്നില്ല, അവര് ഞങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ അഭിഭാഷക സംഘത്തോട്, ഞങ്ങളുടെ അവിടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന അഭിഭാഷകരോട് പറഞ്ഞ കാര്യം, ഞങ്ങളുടെ NDRFന്റെ ഒരു സംഘം തയ്യാറാണ്. ഞങ്ങൾക്കൊരു ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ വേണ്ടി NDRFന്റെ ഉൾപ്പെടെയുള്ള സമഗ്രമായ സംഘം തയ്യാറാണ്. ഒരു ഉത്തരവ് നിങ്ങൾ കോടതിയിൽ നിന്ന് വാങ്ങിത്തന്നാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഉത്തരവ് നൽകേണ്ടത് കോടതിയല്ല, അതൊരു പൊളിറ്റിക്കൽ പവറാണ്, ഒരു പൊളിറ്റിക്കൽ വിൽനെസ് ആണ് അവിടെ നമുക്ക് കാണേണ്ടത്. അതൊരു അധികാര കേന്ദ്രമാണ്. ഇക്കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്. ആ സർക്കാർ ചെയ്യാതെ വരുന്ന സമയത്താണ് ഈ കോടതിയിൽ പോകേണ്ടി വരികയും കോടതി ഇക്കാര്യത്തിനകത്ത് ഇടപെടേണ്ടി വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ, ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഞങ്ങളോട് പറഞ്ഞത് ഇതെല്ലാം തയ്യാറാണ്. നാളെ നിങ്ങൾ ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് പിന്നെ വാങ്ങി നൽകിയാൽ, അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ഇതിന് സമഗ്രമായി ഒരു സംഘം തയ്യാറാണ് എന്നുള്ള കാര്യം ഞങ്ങളോട് വ്യക്തിപരമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം നേരത്തെ അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് ആര് ഈ കാര്യങ്ങൾ ചുമതലപ്പെടുത്തണം അല്ലെങ്കിൽ ആര് ഉത്തരവിടണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇപ്പൊ ഇന്നലെ അവിടെ ആർമി എത്തുന്നു, ഇന്നലെ 40 അംഗ ആർമി സംഘം അവിടെ എത്തുന്നു എന്നുള്ള കാര്യം നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് കണ്ടത്. പക്ഷേ അവിടെ വന്നത് ആരാണ്? അവിടെ വന്നത് ഈ ഇന്ത്യൻ ആർമിയുടെ കാലാൾപ്പടയാണ് അവിടെ വരുന്നത്. അവിടെ വരേണ്ടിയിരുന്നത് ആരാണ്? എഞ്ചിനീയറിംഗ് വിങ് ആണ് അവിടെ വരേണ്ടിയിരുന്നത്. ബാംഗ്ലൂരിൽ ഇന്ത്യൻ ആർമിക്ക് നമുക്കറിയാം വിവിധ വിഭാഗങ്ങളുണ്ട്. അത് കൃത്യമായി സ്പെഷ്യലൈസ് ചെയ്ത എഞ്ചിനീയറിംഗ് വിങ് വരുന്നതിന് പകരം ഇത്തരമൊരു സാഹചര്യത്തിൽ അവിടെ വരേണ്ടിയിരുന്നത് ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വിങ് വരുന്നതിന് പകരം ഒരു കാലാൾപ്പടയെ അവിടേക്ക് ഈ പറയുന്ന കരസേനയാണ് അവിടേക്ക് അയക്കുന്നത്. അപ്പൊ നമ്മൾ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന സമയത്ത് ഗോപി കൃഷ്ണൻ ഈ പറയുന്ന ഒരു അവതാരകനായി ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ക്യാമറാമാനും അദ്ദേഹവും ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഗോപി കൃഷ്ണന് ഇക്കാര്യത്തിനകത്ത് ക്യാമറ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്നത് മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിലാണ്. അതുപോലെ തന്നെയാണ് ആർമിയുടെ കാര്യവും. എല്ലാവരും സേനയുടെ സുഭാഷ്, അവിടെ എനിക്കൊരു ചെറിയ സംശയം. ഞാൻ മനസ്സിലാക്കിയത് പൂനെയിലെ മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു എക്സ്പേർട്ട് സംഘമാണ് ഈ വന്ന കൂട്ടത്തിലുള്ളതെന്നാണ്. അങ്ങനെയല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇതിന് കൃത്യമായ അവരുടെ ആവശ്യമായ, ഇപ്പൊ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടാണല്ലോ. റഡാർ ഇല്ലാതെ അവിടെ ആർമി വന്ന് അവർ പുറത്ത് ഈ മണ്ണിന് പുറത്തൊരു തിരച്ചിൽ നടത്തിക്കൊണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു ഉപകരണങ്ങളും ഇല്ലാതെ ഇന്ന് രാവിലെ പുതിയ റഡാറുകൾ എത്തിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സംഘമാണ് വന്നതെങ്കിൽ അവർക്ക് കൃത്യമായ ഉപകരണങ്ങൾ പിന്നെ അതോടുകൂടി പറഞ്ഞയക്കുന്നതിന് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കരസേനാ സംഘമാണ് അവിടെ എത്തിയത്. 40 അംഗ കരസേനാ സംഘമാണ് എത്തിയത്. അതൊരു സ്പെഷ്യലൈസ്ഡ് പിന്നെ എഞ്ചിനീയറിംഗ് വിങ് അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വിങ് ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. സേനയുടെ സഹായം, ആ വിഭാഗത്തിന്റെ സഹായം നമുക്ക് ലഭ്യമാക്കുന്നതിനോ അല്ലെങ്കിൽ കൃത്യമായ എക്യുപ്ഡ് ആയ, അപ്പോൾ നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ ഹാഷ്മി തന്നെ അവിടുന്ന് പറയുന്നത് കേട്ടു, രാത്രി ലേശം വെളിച്ചം തരാൻ വേണ്ടി സാധിക്കുമോ? ഇത്രയും വലിയ ഒരാഴ്ചയോളമായി നിൽക്കുന്ന ഒരു ദുരന്തമുഖത്ത് വെളിച്ചം ഒരുക്കാൻ പോലും സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുകയാണ്. ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചു, രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 7 മണിക്ക് അവസാനിപ്പിക്കുന്ന ഒരു സാധാരണ പിന്നെ ജോലി പോലെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം മാറുന്ന സമയത്ത് ഇങ്ങനെയാണോ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്ന് നമ്മൾ സ്വയം വിമർശനപരമായി പിന്നെ ചിന്തിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തെയും നമ്മൾ തെരുവിൽ വിചാരണ ചെയ്യേണ്ടതാണ്. അതിന് കൃത്യമായി അത് ആ അമ്മയുടെ വികാരം നമ്മുടെ ഈ നാടിന്റെ വികാരമാകണം, നമ്മുടെ കേരളത്തിന്റെയും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വികാരമായി മാറുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ കാലം കടന്നു പോകണം. എന്നാൽ മാത്രമേ ഇനി ഇത്തരം ഒരു ദുരന്തമുഖത്ത് ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്നും എത്രത്തോളം ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഫക്റ്റീവായി പെരുമാറാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അത് ഒരു മനുഷ്യനെ രക്ഷിക്കാനാണെങ്കിലും പിന്നെ ഒരു കൂട്ടം ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും അതിനാവശ്യമായുള്ള എല്ലാ സംവിധാനങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് എല്ലാ ശാസ്ത്രീയമായ സംവിധാനങ്ങളും. ഈ കൻവാർ MLA പറഞ്ഞത് ഇപ്പോൾ സുഭാഷ് കേട്ടില്ല. അതായത് ഒരു അർജുനന് വേണ്ടി മാത്രമുള്ള തെരച്ചിലായിരുന്നെങ്കിൽ നിങ്ങളുടെ വിമർശനം ഞാൻ വേണമെങ്കിൽ അംഗീകരിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങളുടെ 3 പേർ കൂടി കാണാതായിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കൂടി വേണ്ടിയുള്ള തിരച്ചിലാണ് ഈ നടത്തുന്നത്. അപ്പോൾ എങ്ങനെ ഈ വിമർശനം ശരിയാകും എന്ന് കർണാടകത്തിലെ കൻവാർ MLA പറഞ്ഞത് കേട്ടില്ലേ? സ്വാഭാവികമായി നമ്മൾ കണ്ടതാണല്ലോ. ആദ്യത്തെ 3 ദിവസം എന്ത് സംഭവിച്ചു? ആദ്യത്തെ 3 ദിവസം എന്ത് തെരച്ചിലാണ് നടന്നത്? ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്? പിന്നീട് മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇടപെടുന്ന സമയത്ത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി, ഒരു 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മാറുന്ന സമയത്ത്, അതിനകത്ത് മാധ്യമ ശ്രദ്ധ വലിയ രീതിയിൽ വരുന്ന സമയത്ത് മാത്രമാണ് അതിന് അനുസൃതമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി ഇവർ തയ്യാറാകുന്നത്. അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ചില ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അവർ ചോദിച്ചു എന്ന് പറയപ്പെടുന്ന
ചോദ്യം. ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇത്തരത്തിൽ പിന്നെ ഈ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നത്? അതെ, ഒരു ഡ്രൈവർക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നത്? അപ്പൊ ഡ്രൈവറുടെ ജീവനെ സംബന്ധിച്ചിട്ടും രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളുടെ ജീവനെ സംബന്ധിച്ചിട്ടും അവരുടെ ഒരു മാനസിക നിലയാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും 3 ദിവസത്തിന് ശേഷം ഇത്തരത്തിലൊരു പിന്നെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ആ MLA തയ്യാറാകും. ആ MLA പറഞ്ഞതിനോട് പൂർണ്ണമായും അദ്ദേഹത്തോട് സംവദിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് ഞാൻ അപ്പോൾ സംവദിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാൻ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയോ സർക്കാരിന്റെയോ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും പറയേണ്ടി വരും. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷേ ഇതിനകത്തുള്ള ഇത്തരത്തിലുള്ള മാനുഷികമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അടിയന്തരമായി ഇടപെടാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും നമ്മുടെ ഉദ്യോഗസ്ഥ നേതൃത്വത്തിനും സാധിക്കുന്നില്ല എന്നത് വളരെ വേദനാജനകമാണ്. ആ അമ്മ പറഞ്ഞതിനോട് ഒപ്പം നിൽക്കുകയാണ്. അവർക്ക് ആവശ്യമായുള്ള എല്ലാ പിന്തുണയും നൽകണം. അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ നടത്തുന്നത്. നാളെ കോടതിയിൽ നിന്ന് കൂടുതൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ചിലപ്പോൾ കോടതി കേട്ടേക്കാം. അതല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുകയാണെങ്കിൽ വളരെ നല്ലത്. അത് ഉണ്ടാകുമെന്ന് ഞാനും കരുതുന്നു. ഈ 7ാം നാളിലും നമുക്ക് പറയാനുള്ളത് അർജുനെ കുറിച്ചോ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയെ കുറിച്ചോ കൃത്യമായ ഒരു വിവരം കണ്ടെത്താൻ സൈന്യം നടത്തിയ തിരച്ചിലിലോ നാവികസേന നടത്തിക്കൊണ്ടിരിക്കുന്ന തിരച്ചിലിലോ NDRF സംഘത്തിന്റെ പരിശോധനകളിലോ സാധിച്ചിട്ടില്ല എന്നതാണ്. അവിടെയാണ് അമ്മ ഷീല വളരെ പരിദേവനത്തോടുകൂടി പറഞ്ഞത്, മകന്റെ ജീവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മയ്ക്ക് മുന്നിൽ ഇത്ര വലിയ സംഘമുണ്ടായിട്ടും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാതെ പോയ ഈ നാട് എന്ത് നാടാണ് എന്ന ചോദ്യം അവർ ഉന്നയിച്ചത്. അതിവൈകാരികമായി പ്രതികരിച്ചു പോയതാണ് അമ്മ എന്ന് സഹോദരി പറഞ്ഞെങ്കിലും ആ ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അവിടെയാണ് സുഭാഷ് ചന്ദ്രനെ പോലുള്ളവർ നടത്തുന്ന നിയമ പോരാട്ടത്തിന്റെ സാധുതയുള്ളത്. ഒരുപക്ഷെ കോടതി ഈ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായേക്കാം എന്നും നമ്മൾ പ്രതീക്ഷിക്കണം. ഏതായാലും അർജുന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും തിരുനാളം താഴ്ത്താറായിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് എല്ലാ പ്രതീക്ഷകൾക്കും എതിരായി കൂടി പ്രതീക്ഷ വെച്ച് പുലർത്ത് ഹോപ്പിംഗ് അഗെയിൻസ്റ്റ് ഹോപ്പ് എന്നതാണ് ഈ ഘട്ടത്തിലും നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് അർജുൻ എന്തെങ്കിലും ഒരു മഹാ അത്ഭുതത്തിലൂടെ തിരികെ വന്നേക്കാം എന്ന പ്രതീക്ഷ അണയാതെ സൂക്ഷിക്കാമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നാളെയെങ്കിലും നടത്തുന്ന തെരച്ചിലിൽ അർജുനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടും എന്ന പ്രതീക്ഷ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇനി ഈ ദിവസത്തെ വാർത്തകൾ സമ്പൂർണ്ണമായി സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താമഴയുടെ നേരമാണ്. S. വിജയകുമാർ ഉണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ വാർത്താമഴയുമായി. എൻകൗണ്ടർ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.